ഈ കാണുന്ന ടാങ്കിൽ 2-3 വെറൈറ്റി മീനുകൾ ഇപ്പോൾ കിടക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോ കാണിച്ചിട്ടുള്ളതാണ്. ഇതിനകത്ത് നമ്മുടെ 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ എടുക്കുന്നുണ്ട്, ഒരു ആൽബിനോ ക്യാറ്റ് ഫിഷ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു ജയൻറ്റ് ഗൗരാമി എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഏകദേശം 1 ഫീറ്റ് വരുന്നതാണ്. പിന്നെ 2 ആൽബിനോ സക്കർ ക്യാറ്റ് ഫിഷുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 6-7 ഇഞ്ച് വരുന്നത്. ഈ ടാങ്കിൽ നമ്മൾ ഓരോ ദിവസം ഇടവിട്ടാണ് ഫീഡ് ചെയ്യുന്നത്, പെല്ലറ്റ് ഫുഡാണ് ഫീഡ് ചെയ്യാറുള്ളത്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതുപോലെ ചിക്കൻ ഫീഡ് ചെയ്യാറുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് നമ്മുടെ ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ്. ഇതിൽ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളത്, അവരാണ് വന്നത് ഫുള്ള് കഴിച്ച് തീർക്കുന്നത്. ആൽബിനോ ക്യാറ്റ് ഫിഷിനെ നമ്മൾ കാണാറ് തന്നെയില്ല. പെല്ലറ്റ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ആൽബിനോ ക്യാറ്റ് ഫിഷ് വന്ന് കഴിക്കുന്നുണ്ട്, എങ്കിലും ഈ ചിക്കനൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് വന്ന് കഴിക്കുന്നത് സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ്. വെള്ളം നല്ല രീതിയിൽ ആൽഗെ വന്നാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവർ ഭയങ്കര കംഫർട്ടബിളാണ്. സൺലൈറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഇവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ഇവർ അടിയിൽ പോയി കിടക്കുന്നതുകൊണ്ട് സൺലൈറ്റ് ഡയറക്റ്റ് ഇവരുടെ ശരീരത്തിൽ ഹിറ്റ് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ കളർ കാര്യങ്ങളൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൽഗെ വാട്ടറിലൊക്കെ നമ്മൾ വളർത്തുമ്പോൾ കളർ നല്ല അടിപൊളിയായിരിക്കും, കാരണം സൺലൈറ്റിൽ നിന്നൊക്കെ ഇവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതുകൊണ്ടാണ്. പിന്നെ ഇത്തരത്തിലുള്ള ക്യാറ്റ് ഫിഷ് പോലുള്ള മീനുകളൊക്കെ കൂടുതലും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്നത് ഇത്തരത്തിലുള്ള വെള്ളത്തിലാണ്. നമുക്ക് ഏത് തരത്തിലുള്ള വെള്ളം വേണമെങ്കിലും കൊടുക്കാം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിലും വളർത്താം, ഇതുപോലുള്ള വെള്ളത്തിലും വളർത്താം. പക്ഷേ ഇതിലാകുമ്പോൾ അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിരിക്കും. ഇവർക്ക് അങ്ങനെ ഓക്സിജൻ ഒന്നും വലിയ പ്രശ്നം വരാത്ത മീനുകളാണ്, അതുകൊണ്ട് ആൽഗെ വാട്ടർ ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കണ്ടില്ലേ, ഇവർ ഭയങ്കര തീറ്റയാണ്. ഈ ഒരു ചിക്കൻ നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർ സെൻസ് ചെയ്ത് വരും. പെല്ലറ്റ് ഫുഡ് ഇവർ കഴിക്കുമെങ്കിലും ഇവർക്ക് നല്ല ഹൈ പ്രോട്ടീൻ പെല്ലറ്റാണ് നമ്മൾ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ആക്രാന്തത്തോടെ തന്നെ കഴിക്കും, കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കും അതിനകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് അല്ലെങ്കിൽ ഫിഷ് കണ്ടൻറ്റ്, ചെമ്മീൻ്റെ ഒക്കെ സ്മെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഹൈ പ്രോട്ടീൻ പെല്ലറ്റുകൾ ഇവർ നന്നായിട്ട് കഴിക്കും. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഗ്രോവലിൻ്റെയാണ്. ഗ്രോവലിൻ്റെ നമ്മൾ സ്മെല്ല് ചെയ്ത് നോക്കുമ്പോൾ ചെറിയ ഫിഷിൻ്റെ സ്മെല്ലൊക്കെയാണ് വരുന്നത്. ഇവർ കഴിക്കുന്നുണ്ട് എങ്കിലും അത്ര അങ്ങ് ആക്രാന്തത്തോടെ അവർ കഴിക്കുന്നില്ല, കാരണം അതാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് റെഗുലറായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് വിശക്കുമ്പോൾ പിന്നെ അവർക്ക് കഴിക്കാതെ വേറെ നിവൃത്തിയില്ല. പിന്നെ ഇവർ ഓൾറെഡി ചെറിയ പ്രായം മുതലേ പെല്ലറ്റ് ഫുഡ് കഴിച്ച് ശീലിച്ച മീനുകളായതുകൊണ്ട് തന്നെ ഇവർക്ക് പെല്ലറ്റ് ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ പെല്ലറ്റിൻ്റെ ടേസ്റ്റ് അവർക്ക് പിടിക്കാതാവുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ വേസ്റ്റാക്കി ഇട്ടിട്ട് പോകും. പിന്നെ ഇതുപോലെ ചിക്കനൊക്കെയാണ് ഫീഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവർ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിക്കും. പിന്നെ കണ്ടില്ലേ, ഇവിടെ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളാണ് എല്ലാവരും വരുന്നുണ്ട്, 3 എണ്ണം ഇതിനകത്ത് വരുന്നുണ്ട്. എല്ലാം ഏകദേശം ഒരു 1 ഫീറ്റിനടുത്ത് ആയിട്ടുള്ളതാണ്. മാത്രമല്ല ഇതുപോലുള്ള ടാങ്കുകളിലൊക്കെയാണ് നമ്മൾ ആൽബിനോ ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷിനെയൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവർ ഗ്രോത്ത് വയ്ക്കും. നമ്മൾ എണ്ണം കുറച്ചിട്ടാൽ മതി, ടാങ്കിൻ്റെ സൈസ് അനുസരിച്ച് അതിൻ്റെ ഒരു കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക, കാരണം ഇത് വലുതായി കഴിയുമ്പോൾ ഏകദേശം എത്ര സൈസ് ആവുന്നുള്ളത്. അപ്പോൾ എണ്ണം വല്ലാതെ കൂടുതലിടാതെ നമ്മൾ ആവശ്യത്തിന് മാത്രം എണ്ണത്തിന് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രോത്തിൽ നമുക്ക് വളർത്തിയെടുക്കും. ഇതുപോലെ ചിക്കനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വളരും. ചിക്കൻ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്, കാരണം ഓവറായിട്ടൊന്നും ഫീഡ് ചെയ്യരുത്. പക്ഷേ മറ്റ് മീനുകളുടെ പോലെയല്ല, ഈ ക്യാറ്റ് ഫിഷുകൾ നമ്മുടെ ആഫ്രിക്കൻ മുഷിയുടെ ഒക്കെ പോലെ തന്നെയാണ് ഏകദേശം സ്വഭാവം കാണിക്കുന്നത്. ഇവർക്ക് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്യുന്നതൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല, എങ്കിലും മറ്റ് മീനുകളൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറയാറുണ്ട്, നമ്മൾ ചിക്കൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. പിന്നെ നമ്മളെ തൊലിയുള്ള ഭാഗങ്ങളൊന്നും കൊടുക്കാതെ, അതായത് ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ട് ഉള്ള ഭാഗങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അവരെ ഫ്ലഷ് മാത്രം പ്രോപ്പറായിട്ട് എടുത്ത് ചെയ്തെടുത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഓവറായിട്ട് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൈജഷൻ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്, കാരണം ഫിഷിനേക്കാളും ടൈം കൂടുതലെടുക്കും ചിക്കൻ ഡൈജസ്റ്റ് ആവാനായിട്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഈ ടൈപ്പ് മുഷീനത്തിൽപ്പെട്ട മീനുകൾക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം നമ്മൾ കണ്ടിട്ടില്ല. അതേസമയം മറ്റ് മീനുകളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ സ്നേക്ക് ഹെഡുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അലിഗേറ്റർ കാർ, അതുപോലെ റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് പോലുള്ള മീനുകൾക്കൊക്കെ ഓവർ ഫീഡ് ആയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചിക്കൻ പോലുള്ള സാധനങ്ങളൊക്കെ ഓവർ ഫീഡ് ആയി കഴിഞ്ഞാൽ ഡൈജസ്റ്റീവ് പ്രോബ്ലം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ബാക്കി മീനുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് വരുന്നതാണ്. നമുക്ക് പണി കിട്ടിയിരിക്കുന്നുണ്ട് കുറച്ച് നമ്മുടെ മറ്റേ മലബാർ സ്നേക്ക് ഹെഡുകൾക്കാണ്. അത് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന ഈ ചിക്കൻ തന്നെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്. ഇനി ചിക്കൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയില്ല, നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റിയത് ഏകദേശം ഒരു 6 ഇഞ്ച് വരുന്ന 6-7 ഇഞ്ച് വരുന്ന 3 എണ്ണത്തിന് പിന്നെ ഒരു ഗ്രോത്ത് കുറഞ്ഞതിനായിരുന്നു. അതിൽ 2 എണ്ണം ഡെഡായി പോയിട്ടുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ സംഭവിച്ചതാണ്. എന്താ സംഭവം എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വെള്ളവും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, എയറേഷൻ കൊടുക്കുന്നുണ്ട്. എയറേഷൻ ശരിക്കും ആവശ്യമില്ല അവർക്ക്, എന്നിട്ട് നമ്മൾ എയറേഷൻ കൊടുക്കുന്നുണ്ട്. സ്പേസ് ആണെങ്കിൽ ആ ഫ്രിഡ്ജ് ബോക്സിനകത്ത് ഇവർക്ക് ഏകദേശം 6 ഇഞ്ച് സൈസൊക്കെ വരുന്നുള്ളൂ. എന്നിട്ടും അതായത് ഒരുമിച്ചല്ല ഇവർ ഡെഡായത്. ഒരു ദിവസം ഒരെണ്ണം ഡെഡായി, പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അടുത്തത് ചത്തുപോയത്. ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ ഒരൊറ്റ എണ്ണമാണ്, ഈ ഒരു 6-7 ഇഞ്ച് വരുന്ന ഒരെണ്ണമാണ് ഉള്ളത്. പിന്നെ ഒരെണ്ണം ഗ്രോത്ത് കുറഞ്ഞതാണ്. ഗ്രോത്ത് കുറഞ്ഞത് എനിക്ക് തോന്നുന്നു അതിനെന്തോ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ബാക്കി വരുന്ന ഒരു പീസ് മാത്രമാണ്. അപ്പോൾ അവിടെ നമുക്കൊരു ട്രാജഡി സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ നമുക്ക് മനസ്സിലാവില്ലേ. നമ്മൾ ചിക്കനാണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്, ചിക്കൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് നമുക്കറിയില്ല. ഇനി വേറെ എന്തെങ്കിലും റീസൺ ആണോ എന്ന് നമുക്കറിയില്ല. നമ്മുടെ സ്നേക്ക് ഹെഡുകളുടെ ഈ ഒരു ഡെത്തിന് കാരണം എന്താണെന്നുള്ളത് ഞാൻ അവരുടെ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് കാണിക്കാം. കാരണം ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയാം. സംഭവിച്ചൊന്നും പറയാനില്ല, കാരണം നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ തന്നെയാണ് ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഓരോ ദിവസങ്ങളിലായിട്ട് അങ്ങനെ 2 എണ്ണം ഡെഡായി പോയി. ബാക്കി ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രോത്ത് കുറഞ്ഞ ഒരെണ്ണവും പിന്നെ ഒരു 7 ഇഞ്ച് വരുന്ന ഒരെണ്ണമാണ് ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ബോക്സിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഹകൾക്കാണ് പണി കിട്ടിയിട്ടുള്ളത്. ഇവരൊക്കെ നമ്മൾ ഈ ആൽബിനോ ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ്, ജയൻറ്റ് ഗൗരാമികളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് വളർത്തുന്നതാണ്. അവർക്കൊന്നും ഇതേവരെ ഒരു ഇഷ്യൂ കണ്ടിട്ടില്ല. നമ്മുടെ കാർ പോർച്ചിൽ കിടക്കുന്ന ജയൻറ്റ് ഗൗരാമിക്ക് നമ്മൾ ഇതേപോലെ തന്നെ സ്ഥിരമായിട്ട് ചിക്കൻ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ അലിഗേറ്റർ കാറിന് ചിക്കൻ തന്നെയാണ് കൊടുക്കുന്നത്. ആ സെയിം ചിക്കൻ തന്നെയാണ് നമ്മൾ വാഹകൾക്കും കൊടുക്കുന്നത്. പക്ഷേ
അവർക്ക് ഇങ്ങനെ പണി കിട്ടി. അപ്പോൾ അവരുടെ ആ ഒരു ഫ്രിഡ്ജ് ബോക്സിൻ്റെ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ അതിൽ കിടക്കുന്ന ആ ഒരു സ്നേക്ക് ഹെഡിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ എത്രയെന്നുള്ളതൊക്കെ ആ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്ത സമയത്ത് നമ്മൾ അലിഗേറ്റർ കാരണം ഫീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജയൻറ്റ് ഗോരാമി കാർ പോർച്ചിൽ എടുക്കുന്ന ആ ഒരു ടാങ്കിൽ എടുക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗോരാമിക്ക് നമ്മൾ ചിക്കൻ ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിക്കൻ ഫീഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. കാരണം ആ ഒരു ടാങ്കിൽ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഫീഡിങ് വീഡിയോ ഞാൻ ചെയ്യാം. അതുപോലെ അലിഗേറ്റർ കാരണം നമ്മൾ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ് ഫീഡിങ് വീഡിയോ. എങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു ഫീഡിങ് വീഡിയോ കൂടി ചെയ്യാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ആൽബിനോ ക്യാറ്റ് ഫിഷ്, സ്പോട്ടഡ് ക്യാറ്റ് ഫിഷ് പോലുള്ള മീനുകളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റാണ്. അതായത് ചെറിയ സൈസിനൊക്കെ നമ്മൾ പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട പറഞ്ഞ സമയം കൊണ്ടാണ് അവർ ഗ്രോത്ത് വെക്കുന്നത്. പിന്നെ ഞാൻ പുതിയ 2 ചെറിയ ആൽബിനോ ക്യാറ്റ് ഫിഷുകളും കൂടി വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് വീഡിയോയിൽ ഞാൻ കാണിക്കാം. നമ്മുടെ ഒരു ടബ്ബ് കാലിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന ടബ്ബുകളിൽ നമ്മൾ കുറച്ച് ആൽബിനോ ക്യാറ്റ് ഫിഷും സ്പോട്ടഡ് ക്യാറ്റ് ഫിഷും നമ്മൾ ഒറ്റയ്ക്ക് ഇട്ടിട്ടുണ്ട് ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ ഈ ടാങ്കിലേക്ക് കൊണ്ടിടാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചെണ്ണം എടുക്കുന്നുണ്ട്. അതിൻ്റെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് ചെയ്യാം. പിന്നെ പുതിയത് വാങ്ങിച്ചതിൻ്റെ പിന്നീട് ഞാൻ കാണിക്കാം. പുതിയതായിട്ട് നമ്മൾ വാങ്ങിയത് 2 ചെറിയ സൈസ് ആൽബിനോ ക്യാറ്റ് ഫിഷിനെയാണ്. അവർ ഫുഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. ബീറ്റ ഫിഷിന് കൊടുക്കുന്ന ചെറിയ സൈസ് പെല്ലറ്റാണ് ഫീഡ് ചെയ്യുന്നത്. അത് തന്നെ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. കൊണ്ടുവന്ന് ഒരാഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ തന്നെ അവരുടെ സൈസ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കൂടുതലും കണ്ടത് ഈ 3 സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകളായിരിക്കും. ആൽബിനോ ക്യാറ്റ് ഫിഷ് ഇതിനകത്തുണ്ട്. മുകളിൽ വന്ന് ബബിൾസ് ഇട്ട് പോയിരുന്നു. പക്ഷേ ചിക്കൻ കഴിക്കാനൊന്നും പുള്ളിക്കാരൻ വന്നില്ല. അതുപോലെ തന്നെ ഏകദേശം 1 ഫീറ്റ് വരുന്ന ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗോരാമി ഇതിനകത്തുണ്ട്. ബട്ട് നമ്മൾ ഓരോ ദിവസം ഇടവിട്ട് പെല്ലറ്റ് ഫുഡ് ഫീഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ വന്ന് കഴിക്കാറുണ്ട്. ഈ സ്പോട്ടഡ് ക്യാറ്റ് ഫിഷുകൾ വരുമ്പോൾ ജയൻറ്റ് ഗോരാമി കുറച്ച് സൈലൻ്റ് ആവാറുണ്ട്. ഇവരൊന്ന് ഒതുക്കിയതിന് ശേഷമാണ് പുള്ളിക്കാരൻ വന്ന് പെല്ലറ്റ് ഫുഡൊക്കെ കഴിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.